السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ശ്രോതാക്കൾ, മൂടബിദ്രി SSF സെക്ടർ അധീനത്തിൽ നടക്കുന്ന ലൈറ്റ് ഓഫ് ഖുർആൻ റമദാൻ പ്രത്യേകമായ ക്ലാസ് ഇതിനായിട്ട് മുമ്പും കുറെ ക്ലാസ്സുകൾ നടന്നുകൊണ്ട് അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മാഊന്റെ ആദ്യ ഭാഗത്തെ ചില ആയത്തുകളെ നാം മനസ്സിലാക്കി. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീന്റെ കളവാക്കട അങ്ങനെ ലക്ഷണമാണ് ആ സൂറത്തിൽ 4-5 ലക്ഷണങ്ങൾ അല്ലാഹു ചൊല്ലുന്നത്. അതിൽ ഒന്നാമത്തത് ചൊന്നത് ഫദാലികല്ലദീ യദഉൽ യതീം, അന യതീമിങ്ങളെ അകറ്റുന്നവരാണ്. വലാ യഖുദു അലാ തഅമിൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തവർ, പ്രേരിപ്പിക്കാത്തവർ എന്നാണ് അള്ളാഹു சொல்றது. അപ്പൊ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, യതീമീങ്ങളെ സംരക്ഷിക്കണം, യതീമീങ്ങളെ ദൂരാകുതീരണം. ഇത് വിശുദ്ധമായ ഖുർആനിലെ ആജ്ഞയായിരിക്കണം. മാത്രമല്ല, അങ്ങനെ ആക്കിയെങ്കിൽ, യതീമീങ്ങളെ അകറ്റിയെങ്കിൽ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ അത് ആരുടെ ലക്ഷണമായിട്ടാണ് ഖുർആൻ തന്നത്? അത് അല്ലാഹുവിന്റെ ദീൻ, അത് കളവാക്കണങ്ങളുടെ ലക്ഷണമാണ്. അഥവാ യൗമുൽ ജസാ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ എല്ലാ നന്മയും തിന്മയും അതിന്റെ പ്രതിഫലം കൊടുക്കുന്ന ഒരു നാൾ മഹ്ശർ. അങ്ങനെ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുക, അങ്ങനത്തെ ആത്മാരുടെ ലക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത്. അപ്പോ കൊടുക്കണം. അല്ലാഹുവാണ് സമ്പത്ത് കൊടുക്കുന്നത്. അല്ലാഹു ചൊല്ലില്ല ഞാൻ തന്നതിന് ചെലവാക്കണോ, അതാണ് ഞാൻ തന്നത് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു ഞാൻ തന്നതിന് ചെലവാക്കണം. അപ്പൊ കൊടുക്കുന്നത് വലിയ സംഗതിയാണ്. ഞാൻ ചൊന്നതുപോലെ അല്ലാഹു ഒരുപോലെ അല്ല മനുഷ്യന്മാരെ അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചത്. സാധുക്കളുണ്ടാകും, പണക്കാരുണ്ടാകും, എല്ലാ വിധ ജനങ്ങളും ഇവിടെയുണ്ട്. അപ്പോ എല്ലാം പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൂറത്തുൽ ബഖറയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ചെലവാക്കിയെങ്കിലും നിങ്ങൾ ചെലവാക്കുന്നത് എന്തായാലും
നദർതും നിങ്ങൾ എന്ത് നേർച്ചയാക്കിയാൽ, നിങ്ങൾ എന്ത് ചെലവാക്കിയെങ്കിലും, നിങ്ങൾ എന്ത് നേർച്ചയാക്കിയെങ്കിലും അത് അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു അത് അറിയത്. അല്ലാഹു ഒന്നില്ലാണ്ട് ഇവിടെ എന്തുമില്ല. അക്രമികാരികൾക്ക് സഹായകമായിട്ട് ആരും ഉണ്ടാവുകയില്ല. അല്ല ചൊല്ലുന്നു, നിങ്ങൾ എന്ത് ചെലവാക്കിയെങ്കിലോ എന്ത് നേർച്ചയാക്കിയെങ്കിലോ അത് രഹസ്യമാവട്ടെ, അത് പരസ്യമാവട്ടെ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് ശുദ്ധമായതാവട്ടെ അശുദ്ധമായതാവട്ടെ, എല്ലാം അല്ലാഹു ഒത്തില്ലാത്ത ഒന്നുമില്ല. എല്ലാത്തിലെയും ഒത്തുള്ളവനായിട്ടിരിക്കട അല്ലാഹു. അതേ തെറ്റായ മാർഗത്തിലൂടെ നേർച്ചയാക്കിയെങ്കിലോ, തെറ്റായ തപ്പായ മാർഗത്തിൽ അല്ല പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ ചെലവാക്കിയെങ്കിലോ അത് അല്ലാഹു അറിയാണ്ടിക്കില്ല. അതാണ് അക്രമികൾക്ക്, അതേ അതിക്രമിക്കിടന്ന ആൾക്കാർക്ക്, അക്രമമാക്കിട ആൾക്കാർക്ക് ഒരു സഹായവും ഉണ്ടാവുകയില്ല. അപ്പൊ നേർച്ച ചൊല്ലില്ലേ, നേർച്ച സുന്നത്താണ്. നേർച്ച അത് സുന്നത്താണ്. ഒരു പുണ്യകർമ്മത്തെ ഞാൻ ആക്കിടാൻ ഏറ്റെടുക്കലാണ് നേർച്ച. അങ്ങനെ ഏറ്റെടുക്കലോടുകൂടെ അവരുടെ മേലെ അത് കട്ടായമായിട്ട് കൊണ്ടു. പലരും ചെല്ലലുണ്ട്. എന്ത് അള്ളാഹുക്ക് വേണ്ടിയിട്ട് അള്ളാഹുയുടെ പേരിൽ മാത്രമേ നേർച്ചയാക്കണോ? യതീംഖാനക്ക് ഞാൻ ഒരു കിണ്ടൽ അരി നേർച്ച വെച്ചാൽ ചൊല്ലുകീറാ, അത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലലുണ്ട്. അങ്ങനെ വിവരമില്ലായ്മയുടെ ലക്ഷണമാണ്. നിങ്ങൾ നോക്കൂ, മയ്യത്ത് നിസ്കാരം അള്ളാഹുക്ക് വേണ്ടിയിട്ടല്ലേ? നിസ്കാരം അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്. മയ്യത്ത് നിസ്കാരമോ അവിടെ നീയത്ത് എങ്ങനെ വയ്ക്കണേ? ഈ മയ്യത്തിന് മേളിൽ നാം നിസ്കരിക്കാൻ, ഈ മയ്യത്തിന് മേളിൽ നാം നിസ്കരിക്കാണ്ടല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നിസ്കാരം അള്ളാഹുക്കാണ്, മയ്യത്തിന് പേരിലാണ്. ഇതിന്റെ പുണ്യം കിട്ടുന്ന മയ്യത്തിനാണ്. അതാ അത്രേ ഉള്ളൂ. അതിലെന്തില്ല ശിർക്കോ അഥവാ തപ്പു അതിലൊന്നും ഇല്ല. അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. ഖുർആൻ നമുക്ക് ചൊല്ലി തന്ന ഒരു വിഷയമാണ്. അപ്പോ നേർച്ച അത് ഒരു പുണ്യകർമ്മം ഞാൻ ആക്കനായിട്ട് ഏറ്റെടുക്കുമ്പോൾ അത് കട്ടായമാവും. നേർച്ച ആക്കൽ സുന്നത്താണ്, അത് വീട്ടൽ കട്ടായമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാള് ഒരു ആവശ്യത്തിന് നേർച്ച, ഉദാഹരണം നേർച്ച രണ്ടു വിധം. ഒരാള് ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇന്നാളെ കാര്യം സക്സസ് ആയെങ്കിൽ ഞാൻ അതാ 100 രൂപ കൊടുക്കൂടെ, നമുക്കൊരു നല്ല വിസ കിട്ടിയെങ്കിൽ ഞാൻ അത് 100 രൂപ കൊടുക്കൂടെ, 100 രൂപ ഇങ്ങനെ നേർച്ചയാക്കിയെങ്കിൽ അത് അവർക്ക് ആ വിസ കിട്ടുമ്പോൾ അതായിട്ട് കൊണ്ടു, കട്ടായമായിട്ട് കൊണ്ടു. എങ്ങനെ? അപ്പോ ആ ഭാഗത്തിലേക്ക് യാതെ കടക്കുക ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല, നിങ്ങൾ എന്ത് ദാനധർമ്മമാക്കിയെങ്കിലും, നിങ്ങൾ എന്ത് ചെലവാക്കിയെങ്കിലും, നിങ്ങൾ എന്ത് നേർച്ചയാക്കിയെങ്കിലും അത് അല്ലാഹു ഒത്തുണ്ടോ ഒത്താവണോ. അതേ ദാനധർമ്മ നിങ്ങൾ പരസ്യമാക്കിയെങ്കിൽ, ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യമാക്കണമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പലരും ചിലരും എതിർന്ന് കൊടുക്കണേ. എന്നാൽ അത് പിന്നെ നിങ്ങൾ രഹസ്യമാക്കിയിട്ട് ദരിദ്രർക്ക് സാധുക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതും പുണ്യമാണ്, അത് ഉത്തമമാണ്. അപ്പോ ദാനധർമ്മം കൊടുക്കുന്നത് രഹസ്യമോ പരസ്യമോ അതല്ല മുഖ്യമായത്. കൊടുക്കുടയുടെ ശുദ്ധിയാണ്, മനസ്സിലുള്ള ഉദ്ദേശ ശുദ്ധിയാണ്. അവന്റെ കൊടുക്കുടം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ലോകമാന്യതയാണോ? ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ എടുത്തു ചൊല്ലുന്നുണ്ടാണോ അവന്റെ ഉദ്ദേശം? ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും തന്നെ പ്രശംസിക്കണോ? അയാള് വലിയ ധർമ്മിഷ്ഠനാണ്, അയാള് പടവര ബന്ധു
പറയല് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. ഓ സത്യവിശ്വാസികളെ, കൊടുത്തത് എടുത്ത് പറയലുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മത്തെ, നിങ്ങളുടെ കൊടുത്തതിനെ നിങ്ങൾ നിഷ്ഫലമാക്കിരണ്ട. അപ്പൊ കൊടുത്തത് എല്ലാവരുടെ ചൊല്ലെ, കൊടുത്തത് എടുത്ത് ചൊല്ലെ, അത് അവന്റെ അഹ്മാലുകള്, അവന്റെ പുണ്യകർമ്മങ്ങള് നിഷ്ഫലമായിട്ട് പോകും. അപ്പൊ കൊടുക്കൂടാതെ മനസ്സിലുള്ള ഉദ്ദേശമാണ് മുഖ്യമായത്. അവിടെ കൊടുക്കൂടെ ഉദ്ദേശ ശുദ്ധിയാണ് അവിടെ മുഖ്യമായത്. രഹസ്യമോ പരസ്യമോ ആകാം. പരസ്യമായിട്ട് കൊടുത്തത് കൊണ്ട് അവനോട് തപ്പാക്കിയോണ്ട് ചൊല്ലുക തീരാ. ചിലപ്പോ ഇവൻ കൊടുത്തത് കൊണ്ട് ഇത് കണ്ടിട്ട് പലരും കൊടുക്കുക സാധ്യതയുണ്ട്. അതേ സമയത്തിന് രഹസ്യമായി കൊടുക്കുന്നത് വലിയ മഹത്വവും ഉണ്ട്. വലത്തേ കൈക്ക് കൊടുത്തത് ഇടത്തേ കൈക്ക് കൊടുക്കാതെ സ്വതക്ക കൊടുക്കണോട്ടോ ആ രീതിയിലുണ്ട്. അങ്ങനെ കൊടുക്കൽ കൊണ്ട് അവർക്ക് ആശ്ചര്യ തണൽ കിട്ടിയിട്ടുണ്ട്. ആദരവായ പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പോ വിശുദ്ധമായ ഖുർആൻ സാധുക്കളെ സഹായിക്കുന്നു ചൊല്ലു. ആ സഹായിക്കുന്നത് പിന്നെ എടുത്തു ചൊല്ലു തീരാണ്ടും ചൊല്ലു. നിങ്ങൾ രഹസ്യമായിട്ട് കൊടുത്തെങ്കിലും പരസ്യമായിട്ട് കൊടുത്തെങ്കിലും എല്ലാം അല്ലാഹു അറിയാണ്ട് ഓടില്ല, എല്ലാം അല്ലാഹു നോക്കുന്നു. അതേപോലെ പിന്നെ അതിനെ ഈ കൊടുക്കുന്നത് അത് സാധുക്കൾക്ക് കൊടുക്കുമ്പോൾ, അത് മിസ്കീനന്മാർക്ക് കൊടുക്കുമ്പോൾ, അത് കുടുംബക്കാർക്ക് കൊടുക്കുമ്പോൾ, അത് അയൽവാസികൾക്ക് കൊടുക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമാണ്, ഏറെ പുണ്യമാണ് അതിലൂടെ കിട്ടുകൊണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പിന്നെയും ഈ കൊടുക്കുന്നതിലെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഇൻതുബുദു സ്വദഖാത് ഫനിഅമാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുബുദൂഹാ അൽഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിറു അൻകും മിൻ സയ്യിആതികും. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ, ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലാഹു തന്ന സമ്പത്ത് ചെലവാക്കുമ്പോൾ, അതേ നിങ്ങളുടെ തിന്മകൾ, നന്നാക്കിയ തപ്പു, അതേ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അതിൽ നിന്ന് പലതും ചിലത് അല്ലാഹു മായിച്ചു കളയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തപ്പെല്ലാം മായിച്ചു കളയണം. അല്ലാഹു തെറ്റുകൾ എന്താക്കണം, മായിച്ചത് കൊണ്ടാ നന്നാക്കിയ തപ്പു അത് പൊരുത്തപ്പെട്ട് കിട്ടുക വേണ്ടിയിട്ട്, പൊരുത്തപ്പെട്ട് കിട്ടുമുള്ള കാരണമാണ് സ്വതഖ. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു മായ്ച്ചുന്നുണ്ട്. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ എന്ത് പ്രവർത്തനം പ്രവർത്തിച്ചെങ്കിലും അല്ലാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അല്ലാഹു അറിയാതെ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ. പിന്നെ അല്ലാഹു ചൊല്ല വമാ തുൻഫിഖൂ മിൻ ഖൈർ. നിങ്ങൾ എന്ത് നല്ലത് ചെലവാക്കിയെങ്കിലും ഫലി അൻഫുസിക്കും, അതിന്റെ നന്മ നിങ്ങൾക്ക് തന്നെയാണ്. കൊട്ടത്തു തനകെ വച്ചിട്ടു പറരുകേണ്ടി ചേർത്ത്. അപ്പൊ നിങ്ങൾ എന്ത് ഖുർആനിൽ നിങ്ങൾ എന്ത് നന്മ കൊടുത്തെങ്കിൽ, നല്ലതായിട്ട് നിങ്ങൾ എന്ത് കൊടുത്തെങ്കിലും അതിന്റെ നന്മ നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ ഖൈറ് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾക്ക് അതിൽ ഖൈറ്. വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. നിങ്ങൾ ചെലവാക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു എന്താക്കില്ല, വെറുതെ ആക്കില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈർ. നിങ്ങൾ നല്ലത് എന്ത് ചെലവാക്കിയെങ്കിലും, നിങ്ങൾ നല്ലത് ചെലവാക്കുന്നതിന് യുവഫ ഇലൈക്കും, അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്നാ, അതിന്റെ പ്രതിഫലം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു കൊടുത്തത് അല്ലാഹു അതിന് പകരം തണ്ട. അങ്ങനെ എന്ത് കൊടുത്തെങ്കിലും അതിന് അല്ലാഹു പകരം തണ്ട. അതേ വഅൻതും ലാ തുദ്ലമൂൻ. നിങ്ങൾ ഒരു അല്പം പോലും അല്ലാഹു അനീതി കാണിക്കൂല. നിങ്ങൾ അനീതി കാണിക്കപ്പെടുകയില്ല.
നിങ്ങൾക്ക് യാതൊരു നിലക്കും അനീതി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് കൊടുത്തെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം തന്ന കൊടുക്കണയുടെ നിയത്ത് ഉദ്ദേശ ശുദ്ധിയാണ് മാനദണ്ഡം. കൊടുത്തത് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ, അല്ലാഹുവിന് വേണ്ടിയാണോ? അതേ, അതിന്റെ ഫലം നമ്മൾ കാണാണ്ട് പോകൂല. മാത്രമല്ല, കൊടുത്തത് കൊണ്ട് ഒരാളും നഷ്ടപ്പെട്ടു പോകൂല. കൊടുത്തത് കൊണ്ട് ഒരാളും ഫക്കീറാവും പോകൂല. കൊടുത്തത് കൊണ്ട് ഓർക്ക് ഹൈറ് മാത്രമേ കിട്ടുകൊണ്ടത്. അള്ളാഹുടെ മലക്കിട് ദ്വായല്ലേ, എല്ലാ നാലിലും മലക്ക് വന്ന് ദ്വാരക്കിട്. ഒരു മലക്ക് ചൊല്ലു അല്ലാഹുമ്മ അവർക്ക് മുൻഫിഖൻ ഖലഫാ. അല്ലാഹ് ചിലവാക്കളെ ആളുമാർക്ക് നീ പകരം കൊടുക്കുക. ചിലവാക്കളെ ആളുമാർക്ക് നീ പകരം കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ മലക്കുടെ പ്രാർത്ഥനയാണ്. എല്ലാ നാലിലും മലക്ക് വന്ന് ദ്വാരക്കിട്. അല്ലാഹ് ചിലവാക്കളെ ആൾ. സുബ്ഹാനല്ലാഹ്. വിശുദ്ധമായ റമദാൻ, ഈ റമദാൻ മാസത്തിൽ വിശ്വാസികൾ എത്ര പ്രയാസത്തിലായിട്ടിരുന്നാർ, കഷ്ടത്തിലായിട്ടിരുന്നാർ, എല്ലാവരും സഹായിച്ചു. അങ്ങനെ കൊണ്ട് ആവുടെ സഹായം അതായ എല്ലാ ജമാഅത്തിലും ചെയ്തു കൊടുത്തു. ഒരിക്കലും വെറുതെയാവൂല. അല്ലാഹു പകരം തരാതിരിക്കൂല. അല്ലാഹു ബദലി തട്ട. അതേ ചില ആൾക്കാരുണ്ട് വേണ്ടത്ര പൈസയുണ്ട്, വേണ്ടത്ര സമ്പത്ത് അള്ള കൊടുക്കുക, പക്ഷേ ഒന്നും അവന് കൊടുക്കൂല. അങ്ങനെ കൊടുക്കാത്ത ആൾക്ക് നീ നാശം കൊടുക്കുറപ്പേ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മലക്ക് എല്ലാ നാലിലും കേട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കൊടുക്കണം. അത് ഖുർആൻ സൂറത്തുൽ മാഊനിൽ ചെന്ന വിഷയമാണ്. സാധുക്കൾക്ക് സഹായിക്കണം, അതിനെ കൊടുക്കുക വേണ്ടി പ്രോത്സാഹിപ്പിക്കണം, യതീമീങ്ങളെ കൊടുക്കണം, അങ്ങനെ രക്ഷണയാക്കണം, അങ്ങനെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടതായ സബലത്ത് കൊടുക്കണം, അങ്ങനെ വിദ്യാഭ്യാസത്തിനും അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം പുണ്യം കിട്ടുക. നിങ്ങളെ മുതൽ ശുദ്ധിയാവുള്ളൂ, ഔത്തിൽ നല്ല ബറക്കത്തുണ്ടാകും, ആയുസ്സില് ബറക്കത്തുണ്ടാകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ധാരാളം പകരം അല്ലാഹു തരും. മാരാരോഗങ്ങൾ അല്ലാഹു അകറ്റി തരും, ദൂരത്താക്കി തട്ട. ആപത്തുകളിൽ മുക്തി ലഭിക്കാൻ സാധ്യമാണ്. അപ്പോ ആപത്ത് മുസീബത്തുകളെ തട്ടി ദൂരത്താവുകയും സദഖ ദാനധർമ്മ കാരണമാവും. അപ്പോ നിങ്ങൾ ദാനധർമ്മം കൊടുക്കണം, സാധുക്കളെ സ്നേഹിക്കണം, പാവങ്ങളുടെ കൃപ കാട്ടണം, ഞങ്ങളുടെ ഞങ്ങളെ ഖബർ കാട്ടുക, അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കണം, കാരുണ്യ കാട്ടണം, അങ്ങനെ നല്ലോളം സ്നേഹിക്കണം, വേണ്ടതായ വ്യവസ്ഥ കാട്ടി കൊടുക്കണം. കാരുണ്യം. നിങ്ങൾ നോക്കൂ, ആർക്ക് എന്ത് കൊടുത്തെങ്കിൽ ആർക്ക് നന്മ ചെയ്തെങ്കിൽ കൂലിയാണ്. അത് മുസ്ലിംക്ക് മാത്രം കൊടുത്തെങ്കിൽ പുണ്യം എന്ന് ഇസ്ലാമിക വാദമില്ല. കഷ്ടത്തിരുന്ന് ആർക്ക് കൊടുത്തെങ്കിലും പുണ്യം കിട്ടും. നിങ്ങൾ നോക്കൂ, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ കാരുണ്യത്തിൽ സാധുക്കൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവരോടും കാരുണ്യം കാണും. അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലുന്നു, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളോട് കേട്ട അർഹമൂന യർഹമുഹുർ റഹ്മാൻ. ആരോ കാരുണ്യം കാട്ടാറ് നമുക്ക് അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു കാരുണ്യം കാട്ടുക. അതുകൊണ്ട് ഭൂമുഖത്തുള്ള എല്ലാവരും നിങ്ങൾ കാരുണ്യം കാട്ടണം. സാധുക്കളെ പ്രത്യേകിച്ചിട്ട് കാരുണ്യത്തെ ഞങ്ങളോട് കാട്ടണം. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കിട്ടുന്നത് ആര് കാരുണ്യം കാട്ടില്ലേ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടില്ല. നോക്കൂ, ഒരു പൂച്ചയോട് കാരുണ്യം കാട്ടണം. ഒരു പൂച്ചനെ ഒരു പെട്ടി കെട്ടിവെച്ച്, ആ പൂച്ചനെ കെട്ടിവെച്ചിട്ട് അതിക്ക് ഭക്ഷണം കൊടുത്തില്ല. മാത്രമല്ല അതിനെ കെട്ടെടുത്തിട്ട് കുട്ടോയില്ല. കെട്ടെടുത്ത് കുട്ടെങ്കിൽ ആ പൂച്ച ഓടെങ്കിലും പോയിട്ട് തിന്ന. അങ്ങനെ തിന്നുകൊള്ള ഒരു അവസരവും ഈ പെണ്ണുണ്ടാക്കി കൊടുത്തില്ല. അങ്ങനെ ആ പൂച്ച പഴിച്ചിട്ട് ചത്തുപോയി. അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലുന്നു, ആ പെണ്ണ് നരകത്തിലാണ്. കാരണം ആ പാവ പൂച്ചനെ ഇവൾ ക്രൂരമായിട്ട് കൊന്നല്ലേ. കാരണം ഒന്നെങ്കിൽ കെട്ടിവെച്ചത് കുട്ടത്ത്
ആ പെണ്ണ് കൊടുക്കുന്നില്ല, അത് ഓടെങ്കിലും പോകുന്നത് നിങ്ങൾ പിന്നിട്ട് മിഞ്ചിനകത്ത് ചേച്ചിനകത്ത് അതിക്ക് അവസരം കൊടുത്തില്ല, കെട്ടിട്ടിട്ട് ഭക്ഷണം കൊടുത്തില്ല. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാം കാരുണ്യത്തിന് വലിയ പ്രോത്സാഹം കൊടുക്കുന്ന ദീനാണ്. ഒരു നായ് പയിച്ചിട്ട് താകായിട്ട് നാവ് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ നക്കിയോണ്ടുള്ള നായ്, ഇത് കണ്ടിട്ട് വ്യഭിചാരിയായ ഒരാൾ ബനൂ ഇസ്രായേലിൽപ്പെട്ടു. അദ്ദേഹം പോയി കെർത്തുകേവിന്റെ ബൂട്ടുകൾ എടുത്തിട്ട് തന്നി ആ നായിക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കപ്പെട്ടു. അപ്പോ കാരുണ്യം ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കും. പ്രത്യേകിച്ചിട്ട് സാധുക്കളോട് നല്ല കാരുണ്യം കാട്ടണം. പാവങ്ങൾക്ക് നല്ലോണം അങ്ങനെ സ്നേഹിക്കണം. അതിന് വേണ്ട ഒത്താശയങ്ങളും ചെയ്തു കൊടുക്കണം. അത് വല്ലാത്ത ഒരു പുണ്യമാണ്. ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ശുക്ർ കാട്ടണം. ശുക്ർ എങ്ങനെ കാട്ടണം? അള്ളാഹു തന്നത് അത് അള്ളാഹുടെ മാർഗത്തിലൂടെ ചെലവാക്കണം. അള്ളാഹു ചെന്ന മാർഗത്തിലൂടെ അത് ചെലവാക്കണം. ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാർ അത് നോക്കുന്നു. എത്രയെത്ര വലിയ മഹാന്മാർ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര സാധുക്കളുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര സാധുക്കളുണ്ട്, അയൽവാസികളിൽ എത്ര സാധുക്കളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലോ ആ കുടുംബത്തിൽ എത്ര പാട്ടുകൊണ്ട് പെൺമക്കളുണ്ട്, സാധുക്കളായ പെൺമക്കളുണ്ട്. മങ്ങിലാക്കി കൊടുക്കുള്ള പൈസയില്ല. കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്തിരിക്കുമ്പോ അതൊന്നും തിരിഞ്ഞു നോക്കാണ്ട്, അതൊന്നും നക്ക് ബാധ്യതയില്ലാണ്ട് ആ നിലയ്ക്ക് ആലോചനയാക്കടെ ആൾമാർ വീണ്ടും സമാജത്തിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. പാടില്ല. ആൾമാർ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കഷ്ടപ്പാട് നിവാരണയാക്കുള്ള സമ്പത്ത് അല്ല ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും അങ്ങനത്തരായ കഷ്ടപ്പാട് അനുഭവിക്കുന്ന പെണ്ണുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ സഹായിക്കണം. അതേപോലെ കുടുംബത്തിൽ അകയില്ലാതെ ആൾമാരുണ്ടെങ്കിൽ അങ്ങനെ അകകെട്ടുക വേണ്ടി സഹായിക്കണം. ആരെങ്കിലും പട്ടിണി കിടന്നെങ്കിൽ ഒരു ജമാഅത്തിനോ ഒരു രായത്തിനോ ആരും പട്ടിണി കിടക്കണമെങ്കിൽ അതന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത, അതേ ബാധ്യതയെ അവിടെ രായത്തിലുള്ള മുതലാളിമാരുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, ഇബ്ലീസ് പോലും പേടിച്ചു കൊണ്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, സരിസാട്ടിയില്ലാത്ത നേതാവ്, അത്രയും വലിയ മഹാൻ. ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽ രണ്ടാമത്തെ ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനവറുകളുടെ ഖിലാഫത്ത് ആടടി തനിക്ക് നോക്കൂ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് മരം നടത്തിയൊണ്ടിക്കുമ്പോ മാറുവേഷത്തിൽ ഇങ്ങനെ നടക്കണി ഉമർ റളിയല്ലാഹു അൻഹു. ഞാനൊരു ഭരണാധികാരി ചൊല്ലി അഹങ്കാരമില്ല, ഞാനൊരു ഖലീഫ ചൊല്ലി കിബിരില്ല, അഹംഭാവമില്ല. ഇപ്പോൾ ഒരു തെല്ല് പൈസ എന്നുപോയോ നിങ്ങൾക്ക് അഹങ്കാരം വന്നുപോയി. അങ്ങനെ അല്ല ഉമർ റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ ഉടമയാണ്, താഴ്മയുള്ള ആളാണ്, തഖ്വയുള്ള ആളാണ്, സാധുക്കളെ സ്നേഹിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത എന്താണ്? ചിന്തനേന്ദ്രകം കൊണ്ട തന്റെ രാജ്യത്തിലുള്ള പ്രജകളാണ് കഷ്ടം അനുഭവിക്കുക തീരാം, ആരും പട്ടിണി കിടക്കുക തീരാട്ട് വിചാരിച്ചിട്ട് അവിടുന്ന് വേഷം മാറിയിട്ട് അവിടുന്ന് സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം കൊണ്ട് അങ്ങനെ പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് മറുവേഷത്തിൽ കൊണ്ട് പോയിട്ടാകുമ്പോൾ അവിടെ സമീപത്തിലെത്തി. അവിടെ അതാ മക്ക ഉണ്ട്, 3 എന്ന മക്ക ഉണ്ട്, ഉമ്മയുണ്ട്. ആ ഉമ്മയും മക്കയും അവിടെ ഉണ്ടാകുമ്പോൾ മക്കളെ വിൽക്കുകേക്കിട് ഞങ്ങളെ കഷ്ടപ്പാടനുസരിച്ച് കഷ്ടപ്പാട് അറിഞ്ഞിട്ട് അവിടത്തേക്ക് ചെല്ലുമ്പോൾ അതാ ഉമ്മ ചൊല്ലു, ആരാണ് വന്നത്? ഇവിടെ നന്മ ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ പറഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടു ഉദ്ദേശം നല്ലത് മാത്രമാണ് ചൊല്ലു. എന്താണ് നിങ്ങളെ കഷ്ടപ്പാട്? അപ്പോൾ ആ ഉമ്മ ചൊല്ലു, ഓ മനുഷ്യ, ഇവിടെ ഒരു ഖലീഫ ഉണ്ടൂല, ഭാര്യ
നല്ല ആൾമാര് പുകഴാറ്, അയാൾ സാധുക്കളെ സ്നേഹിക്കുന്ന ആളൂല, വല്ലാത്ത കൊടുകൈതാനിയൂല, അയാൾ പാവങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാ സഹായാക്കിടാറൂല. അങ്ങനെ ഇങ്ങനെ നല്ലോണം ആൾമാര് പ്രശംസിക്കുന്ന ഒരു ഖലീഫ ഇവിടെയുണ്ട്. ആയെങ്കിലോ ആൾമാരങ്ങനെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളുടെ പട്ടിണി കിടന്നിട്ട് നാളുകളായി അതേ ഈ കഷ്ടപ്പാട് കാണുന്നില്ലേ? മക്ക നോക്കുറു പൈച്ചിട്ട് ബൊക്കയിട്ടോണ്ടുണ്ടോ? ഈ ഉമ്മ എന്താക്കണ്ട് അടുപ്പുറി അട വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയോണ്ടുണ്ട് കയ്യിൽ പിടിച്ചിട്ട്. എന്തിനാണ് ഈ ആട്ടി ആട്ടിട്ട് മക്ക വിചാരിക്കട്ട് എത്രമാക്കിക്കൊണ്ടുള്ളേണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ആ ഉമ്മയുടെ കഷ്ടപ്പാട് നിന്നപ്പോ അങ്ങ് കൊത്തില്ല ഇത് വന്നത് ഖലീഫയാണ്, ഇത് വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കൊത്തില്ല. ഉടനെ പോയിട്ട് ബഹുമാനപ്പെട്ട അസ്ലം റളിയല്ലാഹു സ്വന്തയാളായ അസ്ലം റളിയല്ലാഹു അൻഹുടെ കൊണ്ടു ചൊല്ലു. അവിടെ നീ ഔത്ര മുട്ട കൊണ്ടു ഔത്രങ്ങളെ കഷ്ടപ്പാട് അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു വലിയ കെട്ടിൽ ധാരാളം ആഹാര വസ്തുക്കളെല്ലാം ഉണ്ട്. ആഹാര വസ്തുക്കളിൽ സ്വന്തയാളായ അസ്ലം റളിയല്ലാഹു അൻഹുടെ ചൊല്ലു, അസ്ലമേ ഞങ്ങ പോയിട്ട് ഇതങ്ങ് കൊടുക്കണം. ആ ഉമ്മയുടെ അവിടേക്ക് പോകണോ? സാധുവായ ഒത്തുക്ക് പോകണം. അതുകൊണ്ട് ഈ ഒന്ന് സഞ്ചി, ഈ ഒന്ന് കെട്ടുണ്ടല്ലേ, ഈ കെട്ടൊന്നുണ്ടാക്കിട്ട് നന്റെ തലക്കൊന്നും പൊറുത്തിട്ടു നന്റെ തലക്കൊന്നുണ്ടാക്കി തരമാ. അതാണ് ഉള്ളത്. അമീറുൽ മുഅ്മിനീൻ ഖലീഫയാണ്, രണ്ടാമത്തെ ഖലീഫയാണ്, ധീരനാണ്, വലിയ സ്ഥാനമാനമുള്ളയാളാണ് ചൊല്ലത്. അങ്ങനെ ചൊല്ലിട്ടാകുമ്പോ ഈ കെട്ടൊന്ന് പുറത്ത് തരമാണ്ട് കേൾക്കുമ്പോ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചൊല്ലു, അസ്ലം റളിയല്ലാഹു അൻഹു ഉമർ അമീറുൽ മുഅ്മിനീൻ സ്വത്തുകായിട്ട് തന്നെയില്ലേ, നീ എന്തിക്ക് ഇങ്ങനെ കെട്ടുപുറപ്പ് കുതിക്കണം, നീ എന്തിക്ക് കെട്ടുപുറക്കണം തന്നെയില്ലേ? അവിടെ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി, അതഹ്മിലു അന്നി വിസ്രി യൗമൽ ഖിയാമത്തിന്റെ നാളിൽ നന്റെ കുറ്റം നീ ചുമക്കുക തയ്യാറാണോ? നീ ചുമക്കിടേ ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് എന്റെ ജവാബ്ദാരിയാണ്, ഇത് എന്റെ ബാധ്യതയാണ്, ഭരണാധികാരിയായ എന്റെ ബാധ്യതയായി നിൽക്കണം. അതുകൊണ്ട് ഒരിക്കലോ അതുകൊണ്ട് നന്റെ ഈ കെട്ട് സാധുക്കൾക്ക് എത്തുപാടി കൊടുക്കുന്നത് എന്റെ ചുമതലയാണ്, അത് എന്റെ ജവാബ്ദാരിയാണ്. അതുകൊണ്ട് നീ അങ്ങ് ഇതിനെ സഹായിക്കണോന്ന് ചൊല്ലു. കെട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണോ? ഔത്തുക കെട്ടുപോയിട്ട് കൊടുക്കണോ? ഔത്തിലോട്ട് ഉമ്മറോട്ട് ചൊല്ലു, നിങ്ങൾ ആക്കിടണ്ട, നാനേ ആക്കിടേണ്ട. അവിടെ അതാ അടുപ്പിടമുണ്ട പോയിട്ട് തീയൂതുരൂ. ആരാണ് വിനയത്തിന്റെ താഴ്മയുള്ള ജീവിതം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് അടുപ്പിടമുണ്ട പോയിട്ട് തീയൂതുരൂ. അടുപ്പ് തീയാക്കുമ്പോ നീളമായ താടിയാണ്. ആ താടിയുടെ ഉൾഭാഗത്തിലൂടെ അടുപ്പുകളുടെ പൊകയങ്ങ് ഉൽഗത്തിലൂടെ മാസാവോട് കാൺഗ്യാസ്ലം റളിയല്ലാഹു അൻഹു. ആ നിനക്ക് പാവങ്ങളെ സ്നേഹിച്ച ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എത്ര വലിയ മഹാനാണ്! ആയെങ്കിലും ഒരു സാധുവായ ഔദ്രവർക്ക് പോയിട്ട് കഷ്ടം എന്തിനുണ്ട് അന്യൊക്കെ വേണ്ടിട്ട് അവിടെ താല്പര്യപ്പെടുന്നത് മാത്രമല്ല, ആ ഔദ്രവ് പോയിട്ട് സാമന് കൊടുത്തു വന്നതല്ല, അങ്ങ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക പോലും തയ്യാറായ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഞാനാണെങ്കിലോ ഇത്രത്തോളം വിനയത്തെ കാട്ടിയ മഹന്മാരാണ് ഞങ്ങളെ മുഖാമികൾ. അപ്പോ സാധുക്കളെ സഹായിക്കണം, അവരുടെ സ്നേഹം കാണിക്കണം, അവരുടെ വിനയം കാണിക്കണം. അത് ഞങ്ങളെ മുഖാമികൾ ചെയ്തു കാട്ടിയ നന്മയാണ്. അത് ഖുർആൻ പ്രോത്സാഹിപ്പിച്ചതാണ്. ഹബീബ് തങ്ങള് ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് മാതൃകയായിട്ട് കാട്ടി തന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ
ഞാൻ ചൊന്നതും കേട്ടതും നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമളാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഗുണമായിട്ട് സാക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ പെടുത്തണേ അല്ലാഹ്. വിശുദ്ധമായ റമളാൻ അല്ലാഹുവേ 13 നോമ്പ് അല്ലാഹുവേ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിന്റെ അഹലുകാരിൽ പെടുത്തണേ റഹ്മാനെ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അദാബിൽ നിന്ന് അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.